ഇന്നലെ IPL രണ്ട് വമ്പന്മാരാണ് ഏറ്റുമുട്ടിയത്. CSKയും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസും. ഇരുവർക്കും 5 IPL ട്രോഫികൾ വീതമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇവർ തമ്മിലുള്ള മത്സരം ഒരുപാട് ആകാംക്ഷ തന്നെയാണ്. സോ എനിവേ, ഇന്നലെ CSK 206 റൺസ്, 4 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസാണ് എടുത്തത്. പക്ഷെ അത് മറികടക്കാൻ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചില്ല. ഹാർദിക് പാണ്ഡ്യക്ക് സാധിച്ചില്ല. 186 റൺസ് എടുത്തു, പക്ഷെ 6 വിക്കറ്റ് നഷ്ടമായി മുംബൈ ഇന്ത്യൻസിന്. പക്ഷെ മുംബൈ ഇന്ത്യൻസിൽ മികച്ച പ്രകടനമാണ് രോഹിത് ശർമ്മ കാഴ്ചവെച്ചത്. 63 പന്തിൽ നിന്ന് 105 റൺസാണ് രോഹിത് ശർമ്മ അടിച്ചുകൂട്ടിയത്. 5 സിക്സുകളും 11 ഫോറുകളും അങ്ങനെ 16 ബൗണ്ടറികളാണ് രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി അടിച്ചുകൂട്ടിയത്. മറ്റാരും മികച്ച പെർഫോമൻസ് ഒന്നും മുംബൈ ഇന്ത്യൻസിൽ കാണിച്ചില്ല. CSKയ്ക്ക് വേണ്ടി ഗേറ്റ്വാദും അതുപോലെ തന്നെ ശിവൻ ദുബെ മികച്ച പെർഫോമൻസ് ആണ് കളിക്കളത്തിൽ കാഴ്ചവെച്ചത്. പക്ഷെ ബാറ്റിംഗിൽ താരമായത് ഇവരൊന്നുമല്ല. അവസാന ഓവറിൽ ബാറ്റ് ചെയ്യാനെത്തിയ MSD തന്നെയാണ് CSKയ്ക്ക് വേണ്ടി ബാറ്റിംഗിൽ താരമായത്. വെറും 4 പന്താണ് MSD നിന്നത്. ആ 4 പന്തിൽ നിന്ന് 20 റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. അവസാന ഓവറിലാണ് MSD കളിക്കളത്തിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. 19.2 ഓവർ അവസാനിച്ചു കഴിഞ്ഞു. 19.3 ഓവറിലേക്ക് ഹാർദിക് പാണ്ഡ്യ ബോൾ എറിയുന്ന സമയത്ത് ആദ്യ 6 മൈതാനത്ത് പിറന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബോളും 6-ൽ തന്നെയാണ് അവസാനിച്ചത്. അത് കഴിഞ്ഞ് മൂന്നാമത്തതിലേക്ക് നോക്കിയാലും അതും 6 തന്നെ. അങ്ങനെ അവസാനത്തെ പന്തിൽ 2 റൺസിലാണ് അവസാനിച്ചത്. അങ്ങനെ 4 പന്തിൽ നിന്ന് 20 റൺസാണ് MSD CSKയ്ക്ക് വേണ്ടി നേടിയെടുത്തത്. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 500 ആണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. ഒന്നും പറയാനില്ല. ഇന്നലത്തെ CSKന്റെ ബാറ്റിങ്ങിലെ ക്ലൈമാക്സ് പെർഫോമൻസ് എന്ന് പറയുന്നത് മികച്ച പെർഫോമൻസ് ആയിരുന്നു. ആരാധകർ രോമം, ഒരു MSD ഫാൻസിനൊക്കെ ആ ഒരു ത്രില്ലിംഗ് പെർഫോമൻസ് ആണ് ഇന്നലെ MSD മഹേന്ദ്ര സിംഗ് ധോണി കളിക്കളത്തിൽ അവസാന ഓവറിൽ കാഴ്ചവെച്ചത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻ.